പറയുന്നില്ല, ആഗ്രഹമുണ്ട്. സമയം തിരുപ്പോയി. പ്രായമുള്ള സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഒത്തിരി നേരമായി. ഭിന്നശേഷി മക്കൾ വന്നിട്ടുണ്ട്, പല പ്രായമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അഭിമന്യ പിതാവിനെയും പ്രത്യേകമായിട്ട് ഈ സമയം അഭിനന്ദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. നമ്മുടെ നവജീവൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലെ എപ്പോഴും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഫംഗ്ഷന്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായ പോളിയേട്ടന്, അതുപോലെ ഷിബു, കുഞ്ഞേട്ടന്, ജെഫിനച്ഛന്, സൈറീഷ് അച്ഛന്, അതുപോലെ ഞങ്ങളുടെ ഓഫീസിലെ ജോസാറ്, അങ്ങനെ നമ്മുടെ കിച്ചണിൽ കഷ്ടപ്പെടുന്നവർ, കിടപ്പ് രോഗികളെ നോക്കുന്നവർ, ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്യുന്ന റോയി, ഓഫീസിൽ ഇരിക്കുന്ന നമ്മുടെ മോൻസി, എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു വലിയ ഒരു കഷ്ടപ്പാടുകളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ സഹകരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മക്കളുടെ കലാപരിപാടിയുണ്ട്, നല്ല സ്നേഹവിരുന്നുണ്ട്. ആ വിരുന്നിൻ്റെ കൂടെ ഈ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനുള്ള ഒത്തിരിയേറെ ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തു, കഴിഞ്ഞു പോകുന്ന കാലഘട്ടങ്ങൾ ഏതാണ്ട് 40 വർഷത്തോളം ഞാൻ ദുരിതം അനുഭവിച്ച ആളാണ്. അതിനുശേഷം ഈ നവജീവനോട് ഇങ്ങനെ ഈ ആരുപോരുമില്ലാത്തവരെ സ്നേഹിക്കാനും വെച്ച കഞ്ഞി കൊണ്ടു കൊടുത്തിട്ട് കടിഞ്ചായ അനത്തി കുടിക്കുവാനും ഒക്കെയുള്ള ആ കാലങ്ങളൊക്കെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഒന്നുമില്ലാതെ ജീവിച്ച കാലത്താണ് ഇങ്ങനെയുള്ളവർ നമ്മളെക്കാൾ വിഷമിക്കുന്നവരെ ഓർത്ത് സങ്കടപ്പെട്ടത്. ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, പലപ്പോഴും ഏറ്റവും അധികം ഇതിനു വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചത് എൻ്റെ സിസിലിയും എൻ്റെ മക്കളുമാണ്. കാരണം ആരും ചെയ്യാൻ ധൈര്യമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് കിട്ടിയ വീതമെല്ലാം മേടിച്ചു വെച്ച് യാതൊരു സൗകര്യമില്ലാത്ത ക്വാർട്ടേഴ്സിന് ചുറ്റും പാമ്പും കാടും പിടിച്ച് കിടക്കുന്നിടത്ത് ഞങ്ങൾ യാതൊരു സൗകര്യമില്ലാതെ ജന്മനാ തറന്നുപോയ മോനും 4 പെൺമക്കളും പ്രായമായ അമ്മയും എൻ്റെ ഭാര്യ സിലിയായിട്ട് കഴിഞ്ഞു പോന്ന ആ ദാരിദ്ര്യത്തിലും അരുതുതത്തിലും ജീവിച്ച കാലത്ത് എൻ്റെ അമ്മയും എൻ്റെ സിസിലിയായ ഭാര്യയും മക്കളും അനുഭവിച്ച വലിയൊരു ത്യാഗത്തിൻ്റെ ഫലമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് അത്താഴമില്ലാത്ത രാത്രികളും പാലില്ലാത്ത ചായയും പഞ്ചസാരയില്ലാത്ത ചായയും ഒക്കെ പോയ കാലത്തും എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ആ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിച്ചതൊക്കെ. കഴിഞ്ഞു പോകുന്ന കാലങ്ങളിൽ കൂടെയൊക്കെ ഓരോ കാലത്ത് വന്നപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അനിയൻ അനൂപ്, ഇവിടെയുള്ള റെജിമോന്, അങ്ങനെ ഓരോ കാലത്ത് മരിച്ചുപോയ ഊരാളിൻ്റെ അച്ഛന്, അങ്ങനെ വെട്ടൂരെ ഇമ്മാനു സാറ് ക്രിസ്ത്യൻ ധ്യാനം ലഭിച്ചു. അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഡോക്ടർ തോമസ്, അന്നത്തെ പല മെഡിക്കൽ വിദ്യാർത്ഥി, എല്ലാവരുടെയും സഹായങ്ങളോടുകൂടിയാണ് നമ്മൾ ആ PC ലോഡ്ജിൽ കൊച്ചു വീട്ടിൽ ആരംഭിച്ചത്. അന്നത്തെ ഇന്നത്തെ കഴിഞ്ഞു പോയ സൂപ്രണ്ട് ജയകുമാർ സാറൊക്കെ MBBSന് താമസിച്ച് പഠിക്കുന്ന കാലമായിരുന്നു. അവരെല്ലാവരുടെ സഹകരണത്തോടുകൂടി ആ കുഞ്ഞടുക്കളയിൽ നമ്മൾ ആരംഭിച്ചാണ് ഇന്ന് പ്രിയപ്പെട്ടവർ ഒരു വലിയ അടുക്കളയായി മാറിയതൊക്കെ. ഞാനിങ്ങനെ കഴിഞ്ഞ രാത്രികളിലെല്ലാം ഓർത്തു, കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും കാലത്തൂടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഞാൻ ക്ഷമിച്ച് മടുത്തിട്ടില്ല, ഞാൻ സ്നേഹിച്ച് മടുത്തിട്ടില്ല, ഞാൻ കൊടുത്ത് മടുത്തിട്ടില്ല, കൊടുത്ത് മറക്കുകയും ചെയ്തു പോകുന്ന കാലങ്ങളാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ ഒരു മാർക്കും ഇല്ലാതെ വന്നുകൊണ്ടാണ് ₹1.65 കൂട്ടുകാരനുമായിട്ട് ഉള്ള ബുക്കും പുസ്തകം എല്ലാം പതിവായിട്ട് ഭക്ഷണം പകർത്ത് ബുക്ക് പണയം വെച്ച് ദോശയും ചായയും കഴിക്കുന്ന കടയിൽ എല്ലാം കൂടെ കൊടുത്തിട്ട് വയറ് നിറയും കഴിച്ചിട്ട് കോട്ടയത്ത് നിന്ന് കള്ള ട്രെയിൻ കയറി എറണാകുളത്തിറങ്ങി 2 വർഷക്കാലം ഒത്തിരി വീടുകളിൽ അടുക്കള ജോലി ചെയ്തു, തല്ലുകൊണ്ട് ജീവിച്ചു. 9 കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുവാനും കഞ്ഞി വെക്കാനും കറി വെക്കാനും 5-6 പശുവിനെ കുളിപ്പിക്കുവാനും ഇവരെല്ലാം പാത്രം കഴുകി ജീവിക്കുവാനും വീട്ടുകാരന് കള്ള് മേടിച്ച് കൊടുക്കുവാനും ഒക്കെ ഞാൻ അനുഭവിച്ച ആ 11-12 വയസ്സിൻ്റെ ആ കാലത്തെ ദുരിതമൊക്കെ ഞാൻ ഓർത്തു പോവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ,
ആ ദുരിതത്തിലൊക്കെ ഇഞ്ഞെന്നപ്പോഴും കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു, ദൈവത്തോട് എന്നെ രക്ഷിക്കണേ. അങ്ങനെ ഒരു ഷാപ്പിലെ തൊഴിലാളിയുടെ സഹായത്തോടു കൂടിയാണ് എൻ്റെ വീട്ടുകാർ വരുവാനും ഇവിടെ വരുവാനും ഇന്ന് ഞാൻ സ്കൂളിൽ ചേരുവാനും പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ വിശന്നിരിക്കുന്ന അനേക സുഹൃത്തുക്കളുണ്ട്. സ്കൂളിനടുത്തുള്ള വീടിൽ നിന്ന് അച്ചാറൊഴിച്ചേ അവർ കഞ്ഞി തരുള്ളൂ. വീട്ടിലെ വേലക്കാരിയായ അമ്മച്ചി നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് അവർ തരികയല്ല, അച്ചാറൊഴിച്ച് കഞ്ഞി കുടിച്ച് വയറ്റുവേദനയായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ വയറുവേദനയെ തുടർന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വന്നത്. ആ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ മെറ്റിലടിക്കാൻ പോയി, ഞാൻ 40 പേജ് ബുക്ക് ഉണ്ടാക്കാൻ പോയി. അങ്ങനെയൊക്കെ ഞാൻ നടന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് കൂട്ടുകാർക്ക് ബോണ്ടായും ചായയൊക്കെ മേടിച്ചു കൊടുത്ത കാലത്ത് ആ ഒരു വയറ്റുവേദന സഹിക്കാൻ മേലാതെ ആയപ്പോഴാണ് 16 കൂട്ടം മിറ്റിലടിച്ചു കൂട്ടിയ കാശ് മേടിക്കാൻ പോലും എനിക്ക് പറ്റാതെയായി, 3/4 ഇഞ്ച്. അങ്ങനെ ഞാൻ സ്നേഹബന്ധമുള്ള പലരുടെയും വീട് വഴി പോയി 1 രൂപ 2 രൂപയൊക്കെ മേടിച്ച് 35 രൂപയായി. അതുകൊണ്ട് എനിക്ക് ആശുപത്രി പോകണം, ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. കാരണം ഓരോ ദിവസവും ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തന്നെ പോയി, എൻ്റെ അച്ഛൻ വളരെ ശുദ്ധനും പാവവും അറിവ് കുറഞ്ഞ ആളുകളും, ഞാൻ തന്നെ കോട്ടയത്ത് ആശുപത്രി നടന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ ആരാന്ന് അന്വേഷിച്ച് വീട്ടിൽ പോയി വീട് കണ്ടുപിടിച്ചിട്ട് 35 രൂപയായിട്ട് അച്ഛനോട് പറഞ്ഞു, ചായ നമുക്ക് അമ്മച്ചി നമുക്ക് കോട്ടയം ആശുപത്രിയിലോട്ട് പോകാം, ഓപ്പറേഷന് പോകാം, പൈസയൊക്കെ ഉണ്ട്, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാന്തൽ വിളക്ക് നിറയെ മണ്ണെണ്ണ നിറച്ചുകൊണ്ട്, ഒരു വലിയ കുഴയുള്ള ചോറ്റുംപാത്രം നിറയെ കഞ്ഞി നിറച്ചുകൊണ്ട് അതിരുമ്പഴേ നീ അമലകരി വഴി ഞങ്ങളങ്ങനെ കോട്ടയത്തിന് നടക്കുകയാണ് വണ്ടിക്കൂലി ലാഭിക്കുന്നതിന്. 25 പൈസ മതി അത് ലാഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോട്ടയത്ത് ഞങ്ങൾ നടന്ന് വഴി നീളെ ഞാൻ ഛർദ്ദിക്കുന്നു. അപ്പൻ വിളക്ക് പിടിച്ച് ഉയർത്തി കാണിക്കുന്നു, അമ്മ പുറംതിരുമ്മി തരുന്നു. വളരെ സങ്കടകരമായ ഒരു പീഡാനുഭവ യാത്രയിലൂടെ അങ്ങനെ കോട്ടയത്തെത്തി. ഡോക്ടറെ വീട്ടിൽ ചെന്നു, കൈകൂപ്പി പിടിച്ചു, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. അത് 25 രൂപ കവറിനകത്തിട്ട് അവിടെ വെച്ചു. വേണ്ട എന്ന് പറഞ്ഞ് ഞാനിവിടെ വെച്ചിട്ട് പോന്നു. അതിന് ആശുപത്രിയിൽ എപ്പോൾ കൊള്ളാൻ പറഞ്ഞു, എന്നെ അഡ്മിറ്റ് ചെയ്തു. അടുത്ത് കിടക്കുന്ന രാമേന്ദ്രൻ കരയുന്നത് കണ്ടു. വിശന്നിട്ട് കരയാൻ സഹായിക്കാനാളില്ല. എനിക്ക് കട്ടിൽ കിട്ടി, രാമേന്ദ്രന് കട്ടിലില്ല. രാമേന്ദ്രനെ കൂടെ കൂട്ടി ഞാൻ വൈകിട്ട് താഴെ കിടന്നു. അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. എല്ലാ ദിവസവും അമ്മ 2 പൊതി ചോറ് കൊണ്ടുവരും. അതിനുമ്പോഴേ നടന്നു വരണം കോട്ടയത്ത് ഈ 2 പൊതി ചോറുമായിട്ട് എൻ്റെ അമ്മ. അങ്ങനെ ആ 1 പൊതി ചോറ് രാമേന്ദ്രനും കൊടുത്ത് ഞാനും കഴിച്ചു. കുറേ നേരം ഇരുന്ന് അമ്മയായിട്ട് വർത്താനം തിരിച്ചു വരും. ഓപ്പറേഷൻ്റെ തലേ ദിവസം അമ്മയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാൻ സുഖമാവും അമ്മേ, ഞാൻ തിരിച്ചു വരും, അമ്മ സന്തോഷത്തോടെ പോവുക എന്ന് പറഞ്ഞ് അമ്മയെ യാത്രയാക്കി വിട്ടപ്പോഴേ അന്ന് ഞാൻ ഒരു 10 രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, 7 രൂപ ചിലവാക്കരുത് ചായ, 7 രൂപ ചിലവാക്കരുത്, എന്നെ മോനെ 7 രൂപ ചിലവാക്കരുത്, ബാക്കി 3 രൂപ ചിലവാക്കിക്കോ, 7 രൂപ ചിലവാക്കരുത്. എന്തിനാണ് 7 രൂപ? അന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചാൽ കോട്ടയത്ത് നിന്ന് അംബാസഡർ കാറയിൽ ഈ ശവശരീരം കൊണ്ടുവന്നതിന് 7 രൂപയാണ് ചാർജ്. ആ പൈസ എത്രയോ പേരെ ഞാൻ ചിന്തിച്ച് വെച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാൻ നേരത്ത് എൻ്റെ ചത്തരി കിടന്ന് പോകുമ്പോൾ എൻ്റെ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാൻ ആ തിയേറ്ററിൻ്റെ വാതിക്കൊന്ന് നിർത്താൻ പറഞ്ഞ് പുറകോട്ട് നോക്കി, ആരുമില്ല ഞങ്ങളുടെ കൂടെ. ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു നല്ല മരണത്തിനായി ഞാനിങ്ങോട്ട് ഒരുങ്ങി തിയേറ്ററിലേക്ക് പോയ കാലം ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ ബോധം തെളിഞ്ഞു. 6-7 ദിവസം കഴിഞ്ഞു. ഒരുമാതിരി ഓർമ്മ വന്നു. രാമേന്ദ്രനെ അന്വേഷിച്ച് ഞാൻ വാടിക്കൂടെ ഞാൻ കുനിഞ്ഞ് കൈ വയറെ താങ്ങിപ്പിടിച്ചുകൊണ്ടിരുന്നു. സഹോദരൻ മരിച്ചുപോയെന്നറിഞ്ഞ വലിയ ദുഃഖവും കരച്ചിലുമായിരുന്നു ആശുപത്രിയിൽ. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് 2 ആഴ്ച വീട്ടിൽ താമസിച്ചപ്പോഴാണ് ഓലപ്പെരയാണ്, പെര മുഴുവൻ നനയും, കുട ചൂടിക്കൊണ്ടിരിക്കുന്നു, ഉള്ള ചട്ടിയും കലവും എല്ലാം നിരത്തി വെക്കും, പക്ഷേ ഒന്നും തികയല്ല. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന രാത്രിയിലുമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വയറിൻ്റെ നടുഭാഗം പൊട്ടി പഴുപ്പൊഴുകി വരുന്നു. പഴുപ്പൊഴുകി വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ ബോധം കെട്ടി താഴെ വീഴും. അവർ കച്ചത്തോർത്തെടുത്ത് വയറ്റിൽ മുറുക്കി കെട്ടിക്കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ആശുപത്രി വരെയും പോട്ട് വരാം, പൈസയൊക്കെ ഉണ്ടാകും. തൊട്ടടുത്ത് ബന്ധമുള്ള ആൾ എൻ്റെ വീട്ടിൽ ചെന്നിച്ച് പറഞ്ഞു, ചേട്ടായി
എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകി വരികയാണ്. ഈ തോർത്ത് അഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, 2 രൂപ തരാവോ കോട്ടയം വരാൻ. വളരെയേറെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ചു. ആ ചേട്ടായിയുടെ അമ്മ ആ കിണറ്റുകരന്ന് അരി കഴുകായിരുന്നു. അവർ നോക്കിയൊന്നും പറഞ്ഞില്ല. അടുത്ത വീട്ടിൽ ചെന്ന്, ഒരു ബന്ധമില്ലാത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ 14 കോഴിമുട്ട തന്നു. ആ കോഴിമുട്ട ഇട്ടിട്ട് പൈസയും കൊണ്ട് അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയി ഒറ്റയ്ക്ക് ഞാൻ ആശുപത്രിയുടെ മുറ്റത്തൂടെ നടന്നപ്പോൾ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറും കുറേ പേര് നടന്നു വരുന്ന ആ മുറ്റത്ത് ഞാൻ മുട്ടുകുത്തി നീ കൈകൂപ്പി പിടിച്ച് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകുന്നു എന്ന് പറഞ്ഞു. എന്നെ കയ്യെ പിടിച്ച് പോയിട്ട് തിയേറ്ററിൻ്റെ ഒരു സൈഡിൽ കിടത്തി മരുന്ന് വെച്ച് കെട്ടിട്ട് മരുന്ന് തന്നു. നീ പേടിക്കേണ്ട മോനെ എന്നും പറഞ്ഞ്, എന്താവശ്യമുണ്ടെങ്കിലും വന്നേക്കെന്നും പറഞ്ഞ് ഒരു ടോണിക്കൊക്കെ തന്നിട്ട് വയറെല്ലാം അതിനെ എൻ്റെ കുത്തിക്കെട്ടാ പൊട്ടിയിട്ട് അങ്ങേരെ 25 രൂപ എൻ്റെ പോക്കറ്റിലിട്ട് വന്നിട്ട് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു, സാരമില്ല മോനെ നീ പൊക്കൂ. പിന്നെ ഞാൻ തിരിച്ചു വന്ന് സുഖമായപ്പോഴേ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. പള്ളിയിൽ പോയി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എനിക്കിനി പഠിക്കണ്ട, എനിക്കിനി ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ജീവിച്ചാൽ മാത്രം മതിയെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാണ് അങ്ങനെ ഞാൻ ആശുപത്രി വന്ന് രോഗികൾക്ക് കൊച്ചു സഹായം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെ മാതാവിയമ്മേ ആശുപത്രിയിൽ ഒരു ജോലി കിട്ടി പാവപ്പെട്ട രോഗികളെ സഹായിക്കുക അങ്ങനെ വിളിച്ചു തന്നാണ് 20ാമത്തെ വയസ്സിൽ 20 രൂപ ശമ്പളത്തിനുള്ള ജോലിക്ക് കയറിയപ്പോൾ എൻ്റേതല്ലാത്ത എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഹോസ്റ്റലിലുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം എല്ലാം തന്നുകൊണ്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചാണ് ഡോക്ടർ പ്രതാപൻ നായർ. മെൻസ് ഹോസ്റ്റലിലായിരുന്നു അദ്ദേഹം. സെക്കൻഡ് ഇയർ കാലത്ത് ഹോസ്റ്റൽ സെക്രട്ടറി ആയപ്പോൾ മിച്ചം വരുന്ന ഭക്ഷണം എല്ലാം തന്നു എന്നെ സഹായിച്ചായിരുന്നു. ആ കാലങ്ങളൊക്കെ ഓർക്കുന്നു. അതിനുശേഷം എനിക്ക് ആശുപത്രി ഉണ്ടായപ്പം അന്ന് പഠിച്ച സ്റ്റുഡൻസൊക്കെ അവിടെ ഡോക്ടർമാരായി എന്നെ ഒരുപാട് പേര് സഹായിച്ചു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ കാലങ്ങളിൽ കൂടെ കടന്നു വന്ന് 40 വർഷത്തോളം ദുഃഖവും ദുരിതവും കണ്ണുനീരിൻ്റെ ഒരു യാത്രയായി വന്നപ്പോഴാണ് നമുക്ക് ഞാനൊരു നവജീവനെ ദൈവം ഒരുക്കി തന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 40 വർഷക്കാലം ദൈവം എനിക്ക് ദുരിതം തന്നത് ഇതിനൊക്കെ വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അന്ന് എനിക്ക് തരാതിരുന്നവരെ, വണ്ടിക്കൂലി തരാവുന്നവരെ, ആഹാരം തരാതിരുന്നവരെ ഒരുത്തരെ ഞാൻ വെറുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം അവരൊക്കെ എൻ്റെ അടുത്ത് വരുവാനും എൻ്റെ കയ്യിൽ നിന്ന് ചോറ് വിളമ്പി മേടിക്കുവാനും എൻ്റെ മുൻപിൽ കിടന്ന് അതിദാരുണമായ രോഗാവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്യുന്നത് എല്ലാം കാണുവാനിടയായപ്പോൾ ബൈബിളിലെ ജോസഫിൻ്റെ ആ ജീവയാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങേര് ഈജിപ്തിൽ ചെന്നപ്പോൾ സഹോദരന്മാരെല്ലാവരും ധാന്യങ്ങൾ മേടിക്കാൻ വന്നെന്ന് പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു പോയി. അന്ന് എന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം ദൈവം തന്ന ഈ അടുക്കളയിൽ നിന്ന് അരിയും പലവ്യഞ്ജന കിറ്റും മിച്ചം വരുന്ന ഇറച്ചിക്കറിയും മീൻകറിയും കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പകരം ചോദിക്കാതെ പകരം വീട്ടാതെ എനിക്ക് കിട്ടിയ ആ വലിയൊരു സന്തോഷമാണ് ഈ അവാർഡുകളെക്കാളെല്ലാം വലിയൊരു ബഹുമതി എന്ന് ഞാൻ കാണുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ഭക്ഷണം കഴിച്ച് അനേകർ യാത്രയായിപ്പോയി. ഇന്നും ആ തുടക്കം മുതൽ ഇപ്പം വരെയും ഒരുപാട് എന്നേക്കാൾ നല്ല കഴിവും പ്രാർത്ഥനയുള്ളവരെ ദൈവം എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രസിഡൻറ്റിന് ആനന്ദിൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അമ്മച്ചി പണ്ട് ചോറ് വെച്ച് തന്ന കാലം അവിടെ ഇരിക്കുമ്പോൾ നല്ല ഭക്ഷണം എനിക്ക് തരുമായിരുന്നു. അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. ആ നല്ല കാലങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അമ്മച്ചിയിലാണേലും ഇവിടെ ഒത്തിരിയേറെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ആദ്യ പ്രതിഫലം ആഗ്രഹിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ഓഫീസിലെ ഞങ്ങളുടെ യോസാറ്, ഞങ്ങളുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ പോളിയേട്ടൻ, ഷിബു, കുഞ്ഞേട്ടൻ, എല്ലാവരും സൈർഷച്ചൻ, ജെഫിനിച്ചൻ, എല്ലാവരുടെയും ഒരു വലിയ ഒരു സഹായമാണ് നമ്മുടെ നവജീവൻ മക്കൾക്കും നവജീവനും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അവർക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അവസാനത്തെ ഓർമ്മ അവസാനിക്കുന്നിടം വരെയും എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അർപ്പിക്കാനായിട്ട് ഓർക്കുകയായിരുന്നു ചെയ്യുന്നത്. അതോടൊപ്പമാണ് തോമസ് ചാഴികാടനായിട്ട് ടോമസ് പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ജോയിച്ചൻ പഴയ നവജീവന് വരികയും ഭക്ഷണത്തിന് പൈസ തന്ന് സഹായിക്കുകയും ചെയ്ത് നമ്മുടെ ഊരാളച്ചൻ വഴിയായിട്ട് ഒത്തിരി ജ്ഞാനായ കുടുംബങ്ങളിൽ നിന്ന് അന്ന് മുതൽ സഹായിച്ച നല്ല കാലങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അച്ഛൻ മരിച്ചുപോയി.
അതുപോലെ തന്നെ കൂടെ പ്രവർത്തിച്ചാണ് ഞങ്ങളുടെ പരുത്തമ്പാറിലെ തമ്പിച്ചാൻ രോഗാവസ്ഥയിൽ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓടി നടന്ന് ശുശ്രൂഷിക്കുക. ഇന്നലെയാണ് ഞങ്ങളുടെ വീണ സഹോദരി വീണ് കൈ ഒടിഞ്ഞ് ഇരിക്കുകയാണ്, ആശുപത്രിയിലാണ്. അതുപോലെ എന്നോട് ഒത്തിരി സ്നേഹബന്ധമുള്ള ഡോക്ടറായിരുന്നു ജയകുമാർ സാറ്. എന്ന് പണ്ട് എല്ലാവരെയും പേരെ വിളിക്കും, ഇപ്പോൾ സാറേ എന്ന് വിളിക്കുമല്ലോ, ഒരു റെസ്പെക്റ്റ് ചെയ്യും. ആ ജയകുമാർ സാറ് മിനിഞ്ഞാന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ ശരിക്കും ചങ്കുവേദന അനുഭവപ്പെട്ടു. അങ്ങനെ വാർഡിൽ ചെന്ന് നോക്കിയപ്പോൾ അതിന് ബ്ലോക്കുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ലിസി ആശുപത്രിയിൽ ഇന്നലെ സർജറിയൊക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമത്തിൽ കഴിയാണ്. അവരൊക്കെ ആ ചേർന്ന് നിന്ന് ആ കാലഘട്ടങ്ങളെ ഓർത്ത് എന്നും വെളുപ്പിനെ 3-3:30 ഏറ്റവും എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് 5-5:30 മണി വരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. ആ പണ്ട് കാലം മുതലുള്ള ആ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാവരും ഉന്നതനായ ഡോക്ടർമാരായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായി ഇന്നും ആ സ്നേഹവും ബന്ധം തുടരുവാണ്. ഒന്നും സമയം പോയെന്നറിയാം, ഒന്നുമില്ലാഞ്ഞ കാലത്തെ അന്ന് നമ്മുടെ ആലഞ്ചേരി പിതാവ് അച്ഛനായിരുന്നപ്പോൾ അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്ന കാലഘട്ടങ്ങൾ ഓർക്കുന്നു. അന്നത്തെ വിസിറ്റേഷൻ ഗവൺമെൻറ്റിലെല്ലാം ലേറ്റസ്റ്റ് സമയം എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ നടപ്പുകൾ ഈ പൊതിയും പിടിച്ചുകൊണ്ടുള്ള നടപ്പ് കണ്ട് അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം പൈസ പിരിച്ചെടുത്ത് 250 രൂപ മുടക്കി എനിക്ക് ഹെർക്കലി സൈക്കിൾ മേടിച്ചെന്ന്. ആദ്യം കിട്ടിയൊരു വാഹനമാണ്. അതിൻ്റെ സൈഡിൽ 2 കൊട്ടയും വെച്ചാണ് ഈ ചോറും എല്ലാം സംഘടിപ്പിച്ചതെന്ന് ആ നല്ല കാലങ്ങൾ ഓർക്കുന്നു. അന്ന് കൂടെയുള്ളവരെയും ഇന്ന് കൂടെയുള്ളവരെയും ആ കൂടെ നിന്ന് വേർപെട്ട് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അന്നും ഇന്നും കൂടെ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ജീവിതകാലം മുഴുവനുള്ള എൻ്റെ ഓർമ്മ അവസാനിക്കുന്നിടം വരെയുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നവജീവൻ എല്ലാവരുടെയാണ്. ഒരിക്കലും നിങ്ങൾ നവജീവനെ മറന്നേക്കരുത്. നിങ്ങളുടെ ആ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കുക. നാളെ പോലെ ഒരു ദിവസം എന്നെ ദൈവം ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയിരിക്കും. പക്ഷേ അന്നും നിങ്ങൾ നവജീവൻ മക്കളെ മറക്കരുത്. അവരെ ഒരിക്കലും പട്ടിണിക്കിടാൻ ഇടവരുത്തരുത്. അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുവാനും എല്ലാവരും ഒപ്പമുണ്ടായിരിക്കണമെന്നോടുള്ള മരണശേഷമുള്ള കാലങ്ങളുടെ ഓർമ്മകളെക്കുറിച്ചും കൂടെ ഈ സമയം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ഒരുപാട് സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.